എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, അപ്പോൾ നമ്മള് പായ്ക്കപ്പാണ്. നിങ്ങൾ കണ്ടതുപോലെ എന്താ ഞങ്ങൾ മാറുകയാണ്. നമ്മള് ഏകദേശം എല്ലാ സാധനങ്ങളും എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ഈ കവോടൊക്കെ ഒഴിവാക്കി 2 ബോക്സ് പെട്ടെന്ന് അവിടെ ഹാളിൽ കൊണ്ട് വെച്ച് ഞങ്ങൾ മറന്നു. പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു മാറാന്നുള്ളത്. കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് നാളെ വീട്ടിൽ വരെ പോകണം. അതുകൊണ്ട് അങ്ങനെ അപ്പൊ നാളെ നടക്കില്ല, ഒരു പരിപാടി നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തന്നെ നല്ല ദിവസം നമുക്ക് എന്താണ് അപ്പൊ തോന്നുന്നത് അപ്പൊ ചെയ്യാന്നുള്ളതാണ്. അതെല്ലാം അല്ലേ, എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ എടുക്കും മാറാൻ ഭയങ്കര ഉത്സാഹമൊക്കെ ആയിരുന്നു. പക്ഷെ ഇതെല്ലാം വാരി വെക്കാൻ നേരത്തെ എന്തോ ഒരു മനസ്സിനൊരു സങ്കടം കേട്ടോ. കാരണം അല്ലേ, കാരണം നമ്മളൊന്നും ഇല്ലാതിരുന്ന ഒരു സമയത്ത്, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് ഒരു ബൈക്കെ കൊണ്ടുവരാൻ മാത്രമുള്ള സാധനങ്ങളുമായിട്ട് ഇവിടെ കയറി വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഇന്ന് ഞങ്ങൾക്ക് ഒരു പിക്കപ്പിന് അടിക്കാനുള്ള സാധനം മിച്ചമുണ്ട്. അപ്പം ഒക്കെ ഈ വീടും തന്ന ഒരു ഐശ്വര്യമാണ്. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ട് അതിനകത്ത്. അപ്പം ഒരിക്കലും ഈ ഒരു വീട് നമുക്ക് മറക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പാക്ക് ചെയ്യുമ്പം നല്ല സങ്കടമുണ്ട്. നല്ല ഇതായിരുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഓണറായാലും എല്ലാം നല്ലൊരു മനുഷ്യനാണ് എല്ലാ കാര്യത്തിനും കേട്ടോ. അപ്പം ഞങ്ങൾക്ക് പോകാൻ നല്ല വിഷമമുണ്ട് ഇല്ല ചാച്ചാ? എന്തോ ഒരു ഹൃദയത്തിൽ ഒരു ഭാരം എടുത്ത് വെച്ചേക്കണ പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നു കേട്ടോ. ഇനി നമ്മൾ വേറെ അവിടെ ചെന്നൊന്ന് സെറ്റ് ആവണമെങ്കിൽ കുറേ ദിവസം സമയമെടുക്കും. അപ്പം കുറേ ദിവസം ഇല്ലായിരിക്കും, 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ റെഡി ആവുമായിരിക്കും അല്ലേ? അതെ, റെഡി ആവും. പക്ഷെ ഇപ്പം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ, അറിയില്ല. നമുക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ വാടക വീട് എന്നുള്ളത്. നമ്മൾ യാഥാർത്ഥ്യമാക്കിയത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പം ഇവിടെ ആദ്യത്തെ പ്രാവശ്യം നമ്മള് ആ 2 വീടാണ് കണ്ടത്. ഇതും കണ്ടു, വേറൊരിടത്തും കണ്ടു. വേറെ ഒന്നും പോയി നോക്കിയില്ല. നമ്മൾ ഇതിനു വേണ്ടി വന്നതല്ല, വേറെ വീട് തപ്പി വന്നതാണ്. അപ്പോഴാണ് ആ വീട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്നതിന് ശേഷം പറയാന്ന് പറഞ്ഞു. ഞങ്ങൾ പോകുന്നതിന് ശേഷം വഴി വെച്ചാണ് വിളിച്ചത്. ആ വീട് എന്തെങ്കിലും ആചാരം പറഞ്ഞു, ആ വീട് പോയി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇറങ്ങിയതല്ലേ, എന്നാലും പോയി കണ്ടേക്കാന്ന് വെച്ച് പിന്നെ പുള്ളിയോട് ചോദിച്ചു വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് വരാൻ പറഞ്ഞ് വന്ന് കണ്ടതാണ് ഈ വീടും. ഇതാണ് ആദ്യം കാണിച്ചത്. പിന്നെ കാണിച്ചത് വേറെ ഒരു വീട്, എന്നിട്ട് നമ്മുടെ അടുത്ത് തന്നെയാണ് കാണിച്ചത്. പക്ഷെ നമുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അത് ഇത്തിരി ഇതുണ്ടായിരുന്നു, പഴയ മോഡൽ ഇതായിരുന്നു. അപ്പം ഞങ്ങൾ 2 പേരും ഉള്ളായിരുന്നു. ആ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, പക്ഷെ ഒരാൾ ഉള്ളിലായിരുന്നു. പക്ഷെ അപ്പൊ അന്നേരം നമുക്കത് ഇഷ്ടപ്പെട്ടു, നമ്മൾ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, മാറാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അവള് വളർന്നു വരുവാണ്. അപ്പം ഈ ഒരു റൂമും ഒരു ഹാൾ അതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ആരെങ്കിലും ഒന്ന് വന്നാൽ പോലും നമുക്കൊരു സൗകര്യമില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മളൊന്ന് മാറിയേക്കാന്ന് വിചാരിച്ചത്. 2 പേർക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആവശ്യത്തിന് മിച്ചം സൗകര്യമുണ്ട്. പക്ഷെ സൗകര്യമുണ്ട്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആ 1 വർഷത്തോളം താമസിച്ചല്ലേ. 1 വർഷം കഴിഞ്ഞു കേട്ടോ. 1 വർഷം കഴിഞ്ഞു. 1 വർഷം ഇതായിട്ടില്ല. ഞങ്ങൾ 24-ാം തീയതിയാണ്, മാർച്ച് 24-ാം തീയതിയാണ് കയറിയത്. ഇപ്പൊ ഒരു വർഷം ആയതേ ഉള്ളൂ. നമുക്ക് എന്താ പറയുക, നമ്മള് അതിന്റെ ഇടയ്ക്ക് ഒരുപാട് നാളൊന്നും ഇവിടെ താമസിച്ചില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് 3 മാസം അവിടെയായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ പോയി 5 പോയാൽ ചിലപ്പോ 15 ദിവസമൊക്കെ അവിടെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ എന്നാലും നമുക്ക് എല്ലാം ഉണ്ടായത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. ഒന്നുമില്ലാതെ വന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയായിരുന്നു. കാരണം എന്താകും എന്നൊക്കെയുള്ള ഒരു സംഭവം. കാരണം നമ്മള് പ്രഗ്നൻസി തുടക്കകാലമായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ എണീറ്റ് നിൽക്കാൻ വയ്യാത്ത ഞാന്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒന്നിനെ കുറിച്ച് ഒന്നും ഒരു ഇതില്ലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ കാരണം ഞാൻ ജോലി ചെയ്യേണ്ട സമയത്താണെങ്കിൽ പോലും നമുക്ക് ഫുഡിന്റെ ഒന്നും നമ്മൾ സ്വന്തമായിട്ടില്ല. പിന്നെ അങ്ങനെ അതൊരു ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ വരെ എത്തിച്ചു. അതായത് കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു. അതാണ് നമ്മള് എന്തേലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലേ അതിന്റെ ഒരു ഇതറിയുള്ളൂ. ഞങ്ങള് സത്യം പറഞ്ഞ വാടക വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്നുള്ളത് ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇതിന് വലിയ ഇതൊന്നും പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങള് ഒരു വീട് നോക്കി കഴിഞ്ഞപ്പോ കൊറേ അലഞ്ഞു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങൾക്ക് തന്നെ അറിയാലോ, വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മാസങ്ങളായി നമ്മൾ വീഡിയോ ഉണ്ടാവും. നമ്മൾ കുറെ വീഡിയോ ചെയ്തു, ഇതിനു വേണ്ടി ചെയ്തു. ഡിഫക്റ്റ് എന്നങ്ങനെയല്ല, നമുക്ക് മനസ്സുകൊണ്ട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെയാണ്. കാരണം നമ്മൾ ബെറ്റർ ആയിട്ടുള്ള കണ്ടായിരുന്നു. പക്ഷെ ചില കാര്യങ്ങൾ അതിന്റെ എന്തെങ്കിലും ഒരു ഇത് കാണും. എല്ലാം ബെറ്റർ ആണെന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ നോക്കുമ്പോൾ
ഇച്ചിരൂടെ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മള് പൈസ കൊടുക്കുമ്പോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള സൗകര്യം നമ്മൾ ചെയ്ത്. എന്നാലും നമുക്ക് ഇപ്പൊ തന്നെ മാറണോ എന്ന് വിചാരിച്ച് നമ്മള് കാരണം അല്ലെങ്കിൽ തിങ്കളാഴ്ച നടക്കില്ല. കാരണം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഹരിബറിയാവും. പിന്നെ ബുധനാഴ്ച ആവും. അതുകൊണ്ട് നമ്മൾ അങ്ങ് മാറിയേക്കാം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇവിടെയും വാടക കൊടുക്കണം, അവിടെയും വാടക. എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളത്. പിന്നെ ഒരു സമാധാനം ഇപ്പൊ എന്ന് പറഞ്ഞാൽ അറിയാം, വീട്ടിൽ പോകുമ്പോൾ ഒരു ഇതാണ്. കാരണം സമാധാനക്കേടാണ്. എന്താ ഇവിടെ കിടക്കുവാണല്ലോ, വന്നിട്ട് പിന്നെയും ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തൊരു ഇത്. എന്നാലും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കാരണം അങ്ങനെയാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കണം. കാരണം അത് ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. നമ്മൾ അതായത് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെയാണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്, ഒരു ആന്തല് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്താകും, എന്താ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസം എടുക്കും എല്ലാം ഒന്ന് യൂസ്ഡ് ആവാൻ വേണ്ടി. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അവിടുന്ന് വന്നപ്പോൾ ഇവിടെ അടയ്ക്കുമെന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളെന്തായാലും കാണിക്കാല്ലേ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, നമുക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണ് പെട്ടെന്ന് നമുക്ക് റെഡിയായത്. കാരണം നമ്മളത് ആദ്യം നമ്മൾ പറഞ്ഞാണ്, പിന്നെ നമ്മളത് നോക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും കണ്ടപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പോയി. പിന്നെ എല്ലാവർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതെ, ഇവിടെ എല്ലാം കച്ചറയായിട്ട് കിടക്കണം. അതെ, നമ്മൾ പോകണ്ടോ ഇവിടുന്ന് മാറണോല്ലോ നോക്കുമ്പോ നമുക്ക് ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഷട്ടപ്പെട്ടേ നടക്കും. പക്ഷെ ആ തുടങ്ങാൻ മനസ്സിന് ഭയങ്കര വിഷമം. ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 3rd ഫ്ലോറിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ ഇപ്പം വേറെ വീടാണെങ്കിൽ മെരുതൊട്ടം എടുത്ത് വെച്ചാൽ മതി, വണ്ടിയെ കയറ്റിക്കൊണ്ട് പോയാൽ മതി. ഓരോ സാധനം വരുമ്പം റൂമിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. 3rd ഫ്ലോറിൽ നിന്ന് ഇറങ്ങണം, അപ്പം പുറത്തുനിന്ന് 2 വിളിക്കണം. കാരണം കട്ടിൽ ഇറക്കുക എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക്. പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ 2-3 കാര്യങ്ങൾക്കാണ് ഇച്ചിരി ഇതുള്ളൂ. ബാക്കിയുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. വാഷിംഗ് മെഷീൻ പോലും വലിയ വെയിറ്റ് ഇല്ല, അത് നമുക്ക് വേണം ചെയ്യാം. ഈ ഫ്രിഡ്ജ് ആണെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബെഡും കട്ടിൽ ഇറക്കുക. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഇല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ വലിപ്പം ഉള്ളതുകൊണ്ട് ഈ സ്റ്റെയറിൽ കൂടെ ഇറക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമ്മളിത് മേടിച്ചോണ്ട് വന്നപ്പോഴും ആദ്യം അതായിരുന്നു. കാരണം നമ്മൾ കട്ടിൽ മേടിക്കാതിരുന്നത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മാറിപ്പോകുമ്പോൾ നമുക്കൊരു പ്രശ്നമാണെന്ന് ഞങ്ങൾ ബെഡ് മാത്രം മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയ ആ സമയത്ത്, അതായത് 8 മാസമൊക്കെ ആയതിനും എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി നിർത്തുന്നത്. അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ആ ബെഡ് മേടിച്ചത്. ബെഡ് മേടിച്ചിട്ട് എന്തോ ഒരു 5-6 ദിവസത്തിന് നമ്മൾ അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്താ അത് മേടിച്ചത് കൊണ്ട് സത്യം പറഞ്ഞാൽ അതൊരു മുതൽക്കൂട്ടായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ ഇത് ഇറക്കുക എന്നുള്ളൊരു ടാസ്ക് അവിടെ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലുത്. അപ്പൊ അല്ലാതെ വേറെ ഒന്നും ഇല്ല. കാരണം ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല. ഞാനിത് ഗാർബേജ് കവർ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ സാധനത്തിൽ വെക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പം 3 ചെറിയ ബോക്സ്, അതായത് ഒരു മിക്സിയുടെ ഉണ്ട്, നമ്മുടെ മോപ്പിന്റെ ഒരു ബോക്സ് ഉണ്ട്, പിന്നെ ഒരു നമ്മുടെ കുക്കറിന്റെ, അതിന്റെ 3 ബോക്സിലാക്കിയതിനും ഏകദേശം ഇവിടെ കാലിയായി. പിന്നെ ഈ ഗ്ലാസ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, ഇച്ചിരി ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ്സിന്റെ ഒരു കാര്യമുള്ളൂ. ഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഗാർബേജ് കവറിനകത്ത് കൊള്ളുന്ന അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 2-3 ഗാർബേജ്, പിന്നെ 2 ട്രോളി ഉണ്ട്. ട്രോളി ഉണ്ട്, അതത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഇത് ഒന്ന് വണ്ടിയിലാക്കും. ഇവിടുന്ന് വണ്ടിയിലാക്കി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെ. കാരണം എടുത്ത് വെച്ചാൽ മതി, പിന്നെ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളൊരു ടാസ്ക് ആണ്. അതാണ് ഞാനിപ്പോ ഓർക്കുവാണ് ഈ വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്നവരുടെയൊക്കെ കൂടുന്തോറും നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ, നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾ കാണും. അപ്പൊ നമ്മളത് അതെന്തെങ്കിലുമൊക്കെ മേടിക്കും. ഇപ്പൊ തന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതായിരുന്നു. ഓരോ കാര്യങ്ങൾ കൂടി വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോ ഒരു വണ്ടിക്ക് അടിക്കാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. അതാണ് പാവങ്ങള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ നിന്ന് എടുക്കണമെന്ന് കാര്യമില്ലായിരുന്നു. അങ്ങനെ കൊണ്ട് അവിടെ വെച്ചാൽ മതിയായിരുന്നല്ലേ. അതൊന്ന്, അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നര വരുമ്പോൾ കൊടുത്താൽ മതി. കാരണം കുറച്ച് നല്ല വാഴക്കോലയും ഇതുമായിരുന്നു കൊടുത്തത്. അത് അവിടെ പഴുത്തി കൊണ്ടുവരാൻ കാരണം അല്ല, അവരറിഞ്ഞില്ല നമ്മൾ ഇത്രയും പെട്ടെന്ന് പോകും, മാറും എന്നുള്ള കാര്യം. മാറും പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മളിത് ഇതൊന്നും അല്ല, അതൊരു രസമായിരുന്നു കേട്ടോ. ഇന്നലെ
അത്രയും സാധനങ്ങൾ അവർ കൊണ്ടുവന്നു. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഹാളൊക്കെ ഇപ്പൊ ശൂന്യമായിട്ട് കിടക്കണം. കുറച്ച് സാധനങ്ങൾ പെറുക്കി വെച്ചിട്ടുണ്ട്. ഈ വീട് മാറ്റം ഒന്നും അറിയാതെ അകത്തൊരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ ചെന്ന് അവളൊന്ന് സെറ്റ് ആവോ പെട്ടെന്ന് സെറ്റ് ആവോ എന്ന് നമുക്കറിയില്ല. കാരണം വീട്ടിൽ ചെന്നിട്ട് ആളിച്ചിരി കരച്ചിലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല, ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇതും ഒന്ന് മാറി കുഴപ്പമില്ലായിരിക്കും. ഇവിടെയൊക്കെ പോലെ തന്നെയാണ് അവിടെ. വലിയ വ്യത്യാസമില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റത്തെ 10 മിനിറ്റേ ഉള്ളൂ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വീട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അച്ഛൻ മാത്രമാണ് കണ്ടത്. അച്ഛൻ പോയി കണ്ട്. പക്ഷെ ഫോണിലൂടെ ആ ചേട്ടനോട് സംസാരിച്ച് എല്ലാം റെഡി ആക്കാനായിട്ടൊക്കെ ഞാനുണ്ടായിരുന്നു. പക്ഷേ വീട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടുന്ന് കുഞ്ഞിനെ കൊണ്ട് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ്. അപ്പോൾ എന്തായാലും സർപ്രൈസായിട്ട് എനിക്ക് കാണാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വീട് കേട്ടില്ല അല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ചും കൂടി പാക്ക് ചെയ്ത് വയ്ക്കാനുണ്ട്. എല്ലാം കൂടി ഒന്ന് റെഡി ആക്കട്ടെ. സമയം തീരില്ല അല്ലേ? അങ്ങനെ ഇപ്പം ഇതാണ് നമ്മുടെ ഹാളിൻ്റെ അവസ്ഥ. വാഷിംഗ് മെഷീൻ എല്ലാം നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഔട്ടൻ ആ റൂമിൽ കിടക്കുന്നു. ആ റൂമും കൂടെ മാത്രമേ വൃത്തിയാക്കാനുള്ളൂ കേട്ടോ. ബാക്കി ഏകദേശം പരിപാടികൾ കുറേ സാധനം നമ്മൾ കൊണ്ടുവച്ചു. അപ്പം നമ്മൾ എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. വണ്ടി വന്നു. ഈ വീട്ടിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ പോവാണ്. ഭയങ്കര സങ്കടം. അപ്പം ഈ ഫ്ലാറ്റിനോടും ഈ ഒരു സ്ഥലത്തോടും നമ്മൾ ഗുഡ് ബൈ പറയുകയാണ്. നമ്മുടെ വണ്ടി ഇതാ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടാളും പോയിട്ടില്ല. അച്ഛവരുടെ കൂടെ പോയി എല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു.